നമസ്കാരം. വട്ടമേശ ഇന്ന് മദ്യത്തിലേക്ക് കടക്കുന്നു. എന്താണ് കേരളത്തിൻ്റെ മദ്യനയം? കേരളത്തിൻ്റെ മദ്യനയം എന്തായിരിക്കണം? 3 പ്രശസ്തരും പ്രഗത്ഭരുമായ വ്യക്തികളാണ് ഈ ചർച്ചയിൽ വട്ടമേശയിൽ ചേരുന്നത്. ഡോക്ടർ PJ അലക്സാണ്ടർ, മുൻ പോലീസ് ഡയറക്ടർ ജനറൽ. ഫാദർ ബോവാസ് മാത്യു, അദ്ദേഹം മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡൻറ്റ്. ഡോക്ടർ ജേക്കബ് പുളിക്കൻ, ഗാന്ധി ദർശൻ ഡയറക്ടർ. ആദ്യം ഡോക്ടർ PJ അലക്സാണ്ടർ. ഡോക്ടർ PJ അലക്സാണ്ടറെ എനിക്ക് തോന്നുന്നു അച്യുതമേനോൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്ന് ബേബി ജോൺ റവന്യൂ മന്ത്രിയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ്, ദശകങ്ങൾക്ക് മുമ്പ് ഇവർ ജോയിൻറ്റ് എക്സൈസ് കമ്മീഷണർ. പിന്നീട് പോലീസിൽ ക്രമസമാധാന രംഗത്ത് വളരെയധികം കേരളത്തിൽ പല ഭാഗങ്ങളിൽ, കണ്ണൂർ മുതൽ കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരം വരെ പല മേഖലകളിൽ പ്രവർത്തിച്ചു. കേരളത്തിൻ്റെ പ്രശ്നം ജനങ്ങൾ ചുമ്മാ തങ്ങൾ കുടിക്കുക. അതുകൊണ്ടായിരിക്കണം സുധീറിനെ പോലുള്ളവരെ, മദ്യനിരോധന പ്രവർത്തകരെ, മദ്യവർജന പ്രസ്ഥാനക്കാരൊക്കെ പറയുന്നത് കേരളത്തിൽ മദ്യം നിർത്തണമെന്ന്. 2 ചോദ്യങ്ങളാണ്. മദ്യം പരിപൂർണമായിട്ട് നിർത്തുന്നത് പ്രായോഗികമോ? എന്താണ് രണ്ടാമത്തെ കാര്യം? ആദ്യം ഡോക്ടർ അലക്സാണ്ടർ പറയേണ്ടത്, ഇതിനെ നമ്മുടെ ചർച്ചയ്ക്ക് ഒരു അടിസ്ഥാനം, ഒരാമുഖം, ഒരു തറക്കല്ലിടുന്ന ഒരു ആമുഖം. ആദ്യമായിട്ട് ഞാൻ പോലീസിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ ജോലിക്ക് പോയ സ്ഥലം വടക്കൻ മേഖലയായിരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, ആ സ്ഥലം. അവിടെ എല്ലാം പ്രൊഹിബിഷനുള്ള കാലമായിരുന്നു. അപ്പോൾ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് എൻഫോഴ്സ് ചെയ്താണ് പോലീസിലെ ജോലി തുടങ്ങിയത്. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ മദ്യനിരോധനം. അത് മദ്രാസിലെ നിയമത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. പ്രൊഹിബിഷൻ ആക്ട്. മദ്യപിക്കുക, വിൽക്കുക, ഉണ്ടാക്കുക, ഇതെല്ലാം അതിനകത്ത് വരും. അത് എൻ്റെ എൻഫോഴ്സ്മെൻറ്റിലാണ്. എൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ ഒരു പ്രധാന ജോലിയായിരുന്നു അന്നത്തെ കാലത്ത്. പിന്നെ ഞാൻ ഈ എബ്കാരിയെക്കുറിച്ച് വേണ്ട പോലെ പഠിച്ചത്, എന്നെ ഗവൺമെൻറ് സ്പെഷ്യൽ ഓഫീസർ ഫോർ ട്രെയിനിങ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. അന്നത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ട പോലെ ഒരു ലീഡർഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. പിന്നെ എന്നെ ആദ്യത്തെ ജോയിൻറ്റ് എക്സൈസ് കമ്മീഷണറാക്കി. അന്ന് CK കൊച്ചുകോശി സാർ എന്ന് പറഞ്ഞ പ്രായമായിരുന്നു കമ്മീഷണർ. ബേബി ജോൺ സാറിനെ പോലെ ഒരു നല്ല മന്ത്രിയും അച്യുതമേനോൻ്റെ ആ മന്ത്രിസഭയുടെ ഒരു പ്രത്യേകത. ഇറ്റ് ഈസ് വെരി ഗുഡ് ടു വർക്ക് ഇറ്റ്. അന്നാണ് ഇത് ആദ്യമായിട്ട് ഇത് പഠിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായത് പോലീസ് ആക്ടിനേക്കാളും പഴയതാണ് അബ്കാരി ആക്ട്. അബ്കാരി ആക്ട് എന്ന് പറയുന്നത് ഒരു ഫിസ്ക്കൽ ആക്റ്റാണ്. പണം, സർക്കാരിന് റവന്യൂ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ആക്റ്റാണ്. അതൊരു എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അബ്കാരി കോൺട്രാക്ടർമാർ എപ്പോഴും മാറി നിൽക്കും. അവരുടെ പേർക്ക് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയല്ല, അവരുടെ ബിസിനസ് തടസ്സം നിൽക്കുന്ന കള്ളമാറ്റുകാരെയും കള്ളക്കച്ചവടം നടത്തുന്നവരെയൊക്കെ ഒതുക്കുക എന്നുള്ളതാണ് ഈ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗത്തിൻ്റെ വ്യാപ്തി. അന്ന് ഓപ്ഷൻ എന്ന് പറയുന്നത് കിസ്തിന് വേണ്ടിയാണ്, റൈറ്റ് ടു വെൻഡ് ലിക്കർ. അതിന് വേണ്ടിയിട്ടാണ്. അതൊരു വലിയ ഒക്കേഷനാണ്. അത് ഡിസ്ട്രിക്ട് കളക്ടറും മന്ത്രിയും റവന്യൂ ബോർഡ് മെമ്പറും ഒക്കെ ചെന്ന് വലിയ ഉത്സവമാണ്. അതിന് മുമ്പ് തന്നെ അനവധി ദിവസങ്ങൾ വന്ന മന്ത്രിയെ സ്വാധീനം ചെയ്ത്, ഗവൺമെൻറ്റൊക്കെ സ്വാധീനം ചെയ്തിട്ട് ആർക്ക് ആദ്യത്തെ ഓപ്ഷൻ എവിടെ വേണം, കാരണം ഒരാൾ ഓപ്ഷൻ കഴിഞ്ഞാൽ ആൾ പോയിട്ട് ആളെ വെട്ടരുത് പോയിട്ട്. അന്ന് വലിയ സ്ട്രോങ് ഫെലോസ് ആയിട്ടില്ല. മുക്കാടിന്, മണ്ണുകാട് പാപ്പിന്, ഭാസ്കരൻ, കണ്ണൂർ ഒരാളുണ്ടായിരുന്നു. എല്ലാം വലിയ ബിഗ് പീപ്പിൾ. അവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലാതിരിക്കാൻ വേണ്ടിയുള്ള സൗകര്യമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കും. അത് ചാരായമല്ലായിരുന്നു? അതാണ് ചാരായമായിരുന്നു പ്രധാനം. അത് മാറുന്നില്ല, ഒരു പ്രധാനമായ കാര്യമല്ല. ജനത്തിന് ആവശ്യം ചാരായമായിരുന്നു അന്നത്തെ ദേശീയ പാനീയം. അതെ, ഓപ്ഷൻ പറഞ്ഞു. മന്ത്രിയോട് ചോദിക്കാതെ ഒരു എക്സൈസ് കമ്മീഷൻ പോയി ഡേറ്റ് വെച്ചു. അദ്ദേഹത്തിന് ജോലിയും പോയി. അബ്ദുൽ സലാം അത് മന്ത്രിസഭ ക്യാൻസൽ ചെയ്തു. രണ്ടാമത് ഓപ്ഷൻ വന്നു. ഹ്യൂജ് എമൗണ്ടിന് 6 കോടി 7, അന്ന് ഈ കോടി എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ അത്ര ആളുകളുടെ ഇടയിൽ ഫെമിലർ അല്ല. കോടി എന്നുള്ള വാക്കുകളൊന്നും അന്ന് അത്ര വരുന്നതല്ല. 5-6 കോടി രൂപയ്ക്ക് അത് ഓപ്ഷനായി. അങ്ങനെ ദി പ്രസൻസ് ഓഫ് അബ്കാരി ലോ എന്ന് പറയുന്നത് ഗവൺമെൻറ് വേയ്സ് ആൻഡ് മീൻസാണ്. ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരത്തെ കിസ്ത് അടയ്ക്കാനായിട്ട് അവരോട് പറയും. യഥാർത്ഥത്തിൽ ഈ അബ്കാരി മേഖലയിൽ വർക്ക് ചെയ്യുന്നവരും ഗവൺമെൻറ്റും തമ്മിലൊരു നല്ല ബന്ധമാണെന്നുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടൊന്ന് അബ്കാരി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്ന ജോലി ഇറ്റ്സ് എ ഫിസ്ക്കൽ ലെജിസ്ലേഷനാണ്. ഗവൺമെൻറ് റവന്യൂ നഷ്ടം ഉണ്ടാകരുത്. അബ്കാരിക്കാർക്ക് റവന്യൂ നഷ്ടം ഉണ്ടാകാനിടയാകാത്ത രീതിയിലുള്ള എൻഫോഴ്സ്മെൻറ്റ് വേണം. ഇനി അവരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ കമ്പൗണ്ടബിളാണ് ഓഫൻസസ്, അല്ല പ്രോസിക്യൂഷനുള്ളതല്ല. അപ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി ഗവൺമെൻറ്റിൻ്റെ ഒരു പേറ്റനേജ് കിട്ടിയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണത്.
എൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ചാരായം നിയന്ത്രിക്കുക എന്ന് പറയുന്ന ആ പരാജയമായിരുന്നു. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സൈസിൽ ധാരാളം കറപ്ഷൻ, വ്യാപകമായ കറപ്ഷൻ ഉണ്ടായി. ഉദ്ദേശിച്ച ആളുകളെ ഒന്നുമല്ല. ഞാൻ വന്നതിന് ശേഷമായി ആര്യനാട് കോട്ടയ്ക്കകം തകർത്തതും, ഗോതുരത്തിൽ പോയി റെയ്ഡ് ചെയ്തതും, ഇടുക്കിയിൽ കഞ്ചാവിൻ്റെ റെയ്ഡുമൊക്കെ നടത്തി. ഒരു IPS ഉദ്യോഗസ്ഥൻ വന്നപ്പോൾ അങ്ങനെ ചെയ്യാവുന്ന അയാളുടെ വലിപ്പത്തിലുള്ള ചില ഓപ്പറേഷൻസൊക്കെ നടത്തി എന്ന് മാത്രമേ ഉള്ളൂ. അൾട്ടിമേറ്റ്ലി ഗവൺമെൻറ് ഓൾവേസ് പ്രൊട്ടക്റ്റഡ് ദി അബ്കാരി കൺട്രാക്ടർ. അബ്കാരി കൺട്രാക്ടർ അന്നും പോളിറ്റിക്സ് ഇരിച്ചില്ല കളി നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. രാഷ്ട്രീയക്കാർക്ക് വേണ്ടപ്പെട്ടവരാണ്. രാഷ്ട്രീയക്കാർക്ക് വേണ്ടപ്പെട്ടില്ല, ഗവൺമെൻറ് ആവശ്യമുള്ള ആളാണ്. ഒരു ക്രൈസിസിൽ, ഇപ്പോൾ കൂടുതൽ പറയുന്നത് ശരിയല്ലെങ്കിലും, ഒരു ക്രൈസിസിൽ ഗവൺമെൻറ് മൈനോറിറ്റി ആയപ്പോൾ 6 MLA പിടിച്ചു മാറ്റണമായിരുന്നു. എൻ്റെ കഥകൾ മുഴുവൻ എനിക്കറിയാം. അതിനുള്ള ഞാൻ അതിന് വേണ്ട എല്ലാ സന്നാഹങ്ങളും ഗ്രൗണ്ട് ഫോഴ്സ് തന്നതെല്ലാം അബ്കാരി ആളുകളായിരുന്നു. ഞാൻ പറയില്ല, ഞാൻ പറഞ്ഞത് ഇറ്റ് വാസ് എൻ ഓപ്പറേഷൻ വിച്ച് ദേ അവർ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. അപ്പോൾ ഗവൺമെൻറ്റിന് ഒരു ആവശ്യം വന്നാൽ, ഗവൺമെൻറ്റിന് അത്യാവശ്യ കാര്യങ്ങൾ വന്നാൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അബ്കാരിയാണ്. അബ്കാരി ഈസ് ദെയർ ഫോർ ഗവൺമെൻറ്റിൻ്റെ പേറ്റനേജ് കിട്ടുന്ന ഒരു വകുപ്പായിരുന്നു. ഫാദർ ബോവാസ് മാത്യു, കണ്ടല്ലോ അബ്കാരി ഗവൺമെൻറ്, അബ്കാരികളും രാഷ്ട്രീയക്കാരുമായിട്ടുള്ള നെക്സസ്, അൺഹോളി അലയൻസ് ഓർ ഹോളി അലയൻസ്. അല്ല, സാർ പറഞ്ഞതിൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. രാഷ്ട്രീയക്കാരും അബ്കാരികളും തമ്മിലുള്ള ഒരു അവിശുദ്ധമായ ബന്ധം ഇലക്ഷനുകളിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ രാഷ്ട്രീയ കുതിരക്കച്ചവടം എന്നൊക്കെ പറയുന്ന നമ്മുടെ പൊളിറ്റിക്സ് 6 MLA വരെ ശാക്കിടാൻ പോലും 6 MLA എന്നല്ല, നമ്മൾ അറിയുന്നതിലും മനസ്സിലാക്കുന്നതിലുമൊക്കെ എത്രയോ അപ്പുറത്താണ്. രാഷ്ട്രീയക്കാർക്ക് രാജ്യവും ശക്തിയും നീതിയും എല്ലാം അബ്കാരി കോൺട്രാക്ടർമാരാണെന്നല്ലേ പറയുന്നത്. അത്രയ്ക്ക് ശക്തമായ ഒരു മദ്യ മാഫിയ നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ പ്രകടമായ ചില ലക്ഷണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ മദ്യനയത്തിലുള്ള ചാഞ്ചാട്ടത്തിൽ നാം കാണുന്നത്. ഒന്ന്, ഇതാരെയോ തോൽപ്പിക്കാൻ വേണ്ടി എടുത്ത ഒരു നയം, ചില തീരുമാനങ്ങൾ. ഈ തീരുമാനങ്ങൾ എടുത്തവർ തന്നെ ഈ തീരുമാനം എടുത്തതിന് ശേഷം തൊട്ടടുത്ത ദിവസം ഇതിലുള്ള അസഹിഷ്ണുത ഓരോ ദിവസവും പ്രകടിപ്പിക്കുന്നു. എക്സൈസ് മന്ത്രി തന്നെ എത്രയോ പ്രാവശ്യം ഈ ഒരു ഡിസിഷനിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട്, മാറിയും തിരിഞ്ഞും കണക്കുകൾ അദ്ദേഹം പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഇതിൻ്റെ വിൽക്കുന്ന മദ്യത്തിൻ്റെ കണക്കുകൾ അദ്ദേഹത്തിന് തെറ്റുപറ്റുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിലെ MLA വന്നിട്ട് അത് തിരുത്തുന്നു. ഇത്തരം ധാരാളം ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു. മറ്റൊരു മന്ത്രി പറഞ്ഞു ഏതോ ഒരു മതവിഭാഗത്തിൻ്റെ താല്പര്യമനുസരിച്ചാണ് ഇതൊക്കെ ചെയ്തതെന്ന്. അദ്ദേഹം എന്തടിസ്ഥാനത്തിലാണ് അത്രയും ഉത്തരവാദിത്വമില്ലാത്ത ഒരു പ്രസ്താവന നടത്തിയത്? അപ്പോൾ ഈ മന്ത്രിസഭ തന്നെ തീരുമാനമെടുക്കുകയും അവർ തന്നെ അതിൽ ചാഞ്ചാട്ടം പ്രകടിപ്പിക്കുകയും ആ മന്ത്രിമാർ തന്നെ ഇതിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഒരു കൾമിനേഷനായിട്ട് കഴിഞ്ഞ ദിവസം UDF യോഗത്തിൽ ഇനിയുള്ള തീരുമാനങ്ങൾ മന്ത്രിസഭ എടുക്കട്ടെ എന്ന് തീരുമാനിക്കുന്നു. കഴിഞ്ഞ തീരുമാനം മുഴുവൻ UDFൻ്റെ പൊതു തീരുമാനമായിരിക്കുകയും ഇനി വരുന്ന മാറ്റങ്ങളെല്ലാം മന്ത്രിസഭ എടുക്കുകയും ചെയ്യട്ടെ എന്ന് പറയുന്നത് ശക്തമായ ഒരു ഇരട്ടത്താപ്പും മദ്യനയത്തിൽ ഗവൺമെൻറ്റിന് ഇല്ല എന്ന് നമ്മൾ ഉറപ്പാക്കേണ്ട ആത്മാർത്ഥതയുമാണ് ഇവിടെ പ്രകടമാകുന്നത്. ഒന്ന്, 10 വർഷത്തിനുള്ളിൽ സമ്പൂർണ്ണമായ മദ്യനിരോധനം കേരളത്തിൽ കൊണ്ടുവരും, എല്ലാ മദ്യവിപണനശാലകളും സമ്പൂർണ്ണമായും അടയ്ക്കും എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നു. അതിന് അദ്ദേഹം കാണുന്ന 2 വഴികൾ. ഒന്ന്, ഘട്ടം ഘട്ടമായി ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ അടയ്ക്കും. എന്നാൽ മറുവശത്ത് അടച്ചിരിക്കുന്ന ബാറുകൾ കൂടി തുറക്കാനുള്ള ഒത്താശകൾ കോടതിയിൽ എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഗവൺമെൻറ് ഉടമസ്ഥതയിൽ വിറ്റുകൊണ്ടിരുന്ന മദ്യശാലകൾ പൂർണ്ണമായും അടയ്ക്കുകയും ബാർ മുതലാളിമാർക്ക് പൂർണ്ണമായിട്ടും ഇവിടുത്തെ മദ്യവിപണനശാലകൾ തുറന്നു കൊടുക്കുകയും അവരുടെ സമ്പൂർണ്ണമായ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്ന ഒരു മദ്യനയത്തിലേക്കാണ് ഗവൺമെൻറ് പോകുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ട സാഹചര്യമുണ്ട്. ഡോക്ടർ JK പുളിക്കൻ, അദ്ദേഹം സർവകലാശാലയുടെ മുമ്പ് ഗാന്ധിയൻ സ്റ്റഡീസിൻ്റെ ഡയറക്ടറായിരുന്നു. ഡോക്ടർ JK പുളിക്കൻ, ഒരു ഗാന്ധിയൻ ആംഗിൾ എന്താണ്? മദ്യവർജനമാണോ മദ്യനിരോധനമാണോ നമുക്ക് വേണ്ടത്? രണ്ടും സൈഡ് ബൈ സൈഡായിട്ട് ചേർന്ന് പോകേണ്ട കാര്യമാണെന്നാണ് എൻ്റെ ഒരു പക്ഷം. മദ്യനിരോധനത്തിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങൾ എല്ലായ്പ്പോഴും നിയമമുഖേന നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ മറുവശത്ത് അത് പരാജയപ്പെടുന്നതായിട്ട് നമ്മുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നിരോധനത്തിൽ കൂടി ഒരു കാര്യവും നമ്മുടെ ജനസമൂഹത്തിൻ്റെ പൊതുവെയുള്ള ഒരു ജീവിത രീതിയായിട്ട്, ജീവിതശൈലിയായിട്ട് കൊണ്ടുവരുന്നതിന് അത്ര വിജയിക്കുന്നതായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. ഇപ്പം നമ്മൾ ഒരു സൈഡ് മദ്യനിരോധനം നമ്മൾ കൊണ്ടുവരുമ്പോൾ മറു സൈഡിൽ തന്നെ അത് മദ്യവർജനം എന്ന രീതിയിൽ കൂടി അതിനാവശ്യമായ ബോധവൽക്കരണ പരിപാടികൾ, പ്രചരണ പരിപാടികൾ ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം, പ്രഹസനമെന്ന രീതിയിൽ നിരോധന കാര്യങ്ങൾ കൊണ്ടുവരികയും അതിനെ തോൽപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ബോധവൽക്കരണ കാര്യത്തിൽ, വർജന കാര്യത്തിൽ നമ്മൾ അനാസ്ഥ കാണിക്കുന്നതിൽ കൂടി മറുവശത്തുകൂടി
ജനങ്ങളെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയുമാണ് പൊതുവെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു പ്രവർത്തനങ്ങൾ നമ്മൾ നിയമം മുഖാന്തരം നമ്മൾ അതിനെ നിരോധിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ വളരെ യുദ്ധാടിസ്ഥാനത്തിൽ നടത്തേണ്ട ഒരു കാര്യം, നിരോധനം ഒരു സൈഡിൽ വന്നോട്ടെ, അത് നല്ലത് തന്നെ, പക്ഷേ അതിനുവേണ്ടി ജനത്തെ തയ്യാറാക്കേണ്ട ആവശ്യമുണ്ട്. ഈ തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനം ഞാൻ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാരിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, കുട്ടികളിലേക്കാണ് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ ആ ഒരു പ്രവർത്തനം ഇപ്പോൾ ഭാഗ്യവശാൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ സ്കൂളുകളും ഗാന്ധിദർശൻ പ്രവർത്തനം വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. ഈ ഗാന്ധിദർശൻ പ്രവർത്തനം നടക്കുന്ന സ്കൂളുകളിൽ ആ കുട്ടികളുടെ സ്കൂളിലിരിക്കുന്ന ആ പരിസര പ്രദേശത്തുള്ള ഒരു മുറുക്കാൻ കടയിൽ പോലും സിഗരറ്റ്, ബീഡി, പാൻപരാഗ്, പാൻ മസാല, അതുപോലെ തന്നെ മദ്യവുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട്, അവർക്ക് പോലും പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അവരാഴ്ചയിൽ ഒരു ദിവസം കടകൾ കയറിയിറങ്ങുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന അധ്യാപകൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഇത് കൊടുക്കുന്നവരുണ്ടെങ്കിൽ വിൽപ്പന നടത്തരുത് എന്ന് അവരോട് അഭ്യർത്ഥിക്കുന്നു. എനിക്കിപ്പോൾ ഉള്ള ഏറ്റവും വലിയ സന്ദേഹം, ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഗാന്ധിദർശൻ്റെ അധ്യാപകരും ഈ കുട്ടികളും തന്നെ ഒരു ഭീഷണിയുടെ വക്കിലാണ്. നമ്മുടെ സംസ്ഥാനത്തെ മദ്യ ലോബി അത്ര ശക്തമാണ്. നമ്മൾ പുറമേ നോക്കി കാണുന്ന പോലെയുള്ള ശക്തിയല്ല മദ്യലോബിക്കുള്ളത്. മദ്യലോബി നമ്മൾ പൊതുവേ നോക്കുക, അവർ മദ്യത്തിൽ മാറ്റി നിൽക്കുന്ന ഒരു മാഫിയ ആണെന്നാണ് നമ്മൾ ധരിക്കുന്നത്. എന്നാൽ കൂടുതൽ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠിച്ചാൽ ഈ മദ്യലോബിയും നമ്മുടെ ഇവിടുത്തെ പാറമടി ലോബിയും നമ്മുടെ ഇവിടുത്തെ മണൽ ലോബിയും നമ്മുടെ ഇവിടുത്തെ ഗുണ്ടായിസത്തിൻ്റെ ലോബിയും നമ്മുടെ ഇവിടുത്തെ മയക്കുമരുന്നിൻ്റെ ലോബിയും ഇതെല്ലാം പരസ്പരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. ഇവരാണ് നമ്മുടെ രാജ്യത്തെ നിയന്ത്രിക്കുന്ന ആൾക്കാരായിട്ട് മാറിയിരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തെയും നമ്മുടെ ഉദ്യോഗസ്ഥ നേതൃത്വത്തെയും മൊത്തത്തിൽ വിലക്കെടുത്തിരിക്കുന്നു. അവരെ വളർത്തുകയും പരിപോഷിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിട്ട് ഒരു മാറിയിരിക്കുന്നു. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമുക്ക് പോയിക്കൂടാ? ഡോക്ടർ അലക്സാണ്ടർ, ഈ പ്രചാരണം എന്നുള്ളതുണ്ടല്ലോ, അതൊരു കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ കുറേ തിയറീസ്, ഒരു സമൂഹത്തെ എങ്ങനെ മനപരിവർത്തനം ചെയ്ത് മാറ്റിയെടുക്കാം, അതിന് ഏറ്റവും ഉദാഹരണം സിഗരറ്റ് വലിയാണ്. പുകവലി ഇന്ന് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ തീരെയില്ല. മുറുക്കിക്കൊണ്ടിരുന്നവരൊന്നും ഇപ്പം മുറുക്കുന്നവരിപ്പം നമ്മുടെ കേരളത്തിൽ കാണാനേ ഇല്ല. ഒരു കാലത്ത് പുകയില, മുറുക്ക് എന്നൊക്കെ പറയുന്നത് ഒരു ആഠ്യത്വത്തിൻ്റെയും അരിസ്റ്റോക്രസിയുടെയും ജന്മിത്വത്തിൻ്റെയും ഒക്കെ ഭാഗമായിരുന്നു. അതൊക്കെ ഇല്ലാതായിരിക്കുന്നു. അതൊക്കെ പ്രചാരണം കൊണ്ട്, സാമൂഹ്യ മാറ്റം കൊണ്ട്, ചിന്തകളുടെ മാറ്റം കൊണ്ടുണ്ടായതാണ്. മദ്യപാനത്തെ അങ്ങനെ മാറ്റുന്നതല്ലേ ഇങ്ങനെ ഒരു പൂർണ്ണമായിട്ട് നിരോധിച്ചു കഴിഞ്ഞ്? കാരണം ഈ മദ്യപാനികൾ മദ്യം നിർത്തുകയില്ല. പക്ഷേ അപ്പോൾ ഒരു പുതിയ തലമുറയെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ ഒരു ശക്തമായൊരു പ്രചാരണം കൊണ്ട് പറ്റില്ല. അതിന് ശ്രമിക്കാത്തത് എന്തുകൊണ്ട്? അതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ബിസിനസ് ഇൻഡസ്ട്രി അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതെ ഇതിനോട്ട് പോയിട്ട് കാര്യമില്ല. പ്രൈമറി സെക്ടർ എന്ന് പറയുന്ന അഗ്രികൾച്ചർ സെക്ടർ കൊളാപ്സ് ചെയ്തു. ഒന്നുമില്ല, ഇപ്പോൾ റബ്ബറിൻ്റെ വരെ എത്തി. നെൽകൃഷിയില്ല, തെങ്ങ് കൃഷിയില്ല, ഇപ്പോൾ റബ്ബർ വരെ, റബ്ബർ കൃഷിക്കാരെന്നുള്ള വെട്ടിയിട്ട് കാര്യമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. സെക്കൻഡറി സെക്ടറിൽ നമ്മൾ ഇൻഡസ്ട്രീസ് ഒന്നുമില്ല. നമുക്ക് സ്ഥലം കൊടുക്കാനില്ല, ജലം കൊടുക്കാനില്ല, പൊല്യൂഷനാണ്, അതാണ്, റോഡ് പോലും ഇല്ല, ഇലക്ട്രിസിറ്റിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് ആ കൂടെ ഉള്ളത് സർവീസ് സെക്ടർ എന്ന് പറഞ്ഞാണ് ഇവിടെ ഉള്ളത്. സർവീസ് സെക്ടറിൽ ട്രാൻസ്പോർട്ട്, ബാങ്ക്, സ്കൂൾസ്, കോളേജസ്, ടൂറിസം എന്ന് പറയുന്നതാണ് ഐ ടി ഇതാണ് വരുന്നത്. ഈ ടൂറിസം എന്ന് പറയുന്നതാണ് സംതിങ് വെച്ച് ആളുകളെ ധാരാളം ആകർഷിക്കുന്ന ഒരു സ്ഥലം. അതായത് ലീസ്റ്റ് റിസ്ക് ഉള്ള ഒരു സംഗതിയാണ്. ഇപ്പോൾ തന്നെ എത്രയോ മോശമായ ഭക്ഷണം കൊടുത്ത്. അപ്പോൾ ഈ ഒരു കേരളത്തിലെ ആളുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു നല്ല ശതമാനം ഇപ്പോൾ പോകുന്നത് റിസോർട്ട്, ഹോട്ടൽസ്, പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറിയിരിക്കുകയാണ് മദ്യം എന്ന് പറയുന്നത്. മദ്യമില്ലാത്ത ഹോട്ടലുകൾ സക്സസ് ആകത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ എക്സെപ്ഷൻ മുസ്ലിംസിന് മാത്രമേ ഉള്ളൂ. അവരുടെ ഹോട്ടലുകളൊന്നുമില്ല. പക്ഷേ അതെല്ലാം റീസണബിളി വെൽ റൺ. ഇപ്പോൾ എറണാകുളത്തൊക്കെ നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കാൻ പോകുന്ന മുസ്ലിംസിൻ്റെ ഹോട്ടലൊക്കെയാണ്. ഗുഡ് ഫുഡ്. ആബാദ് പ്ലാസ മദ്യം കിട്ടുന്ന ഗ്രാൻഡ് ഹോട്ടലുണ്ട്. അതൊക്കെ കൊച്ചിയുടെ ഒരു ചരിത്രത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെ ഒരു സിമ്പലും കൂടി. ഗ്രാൻഡ് ഹോട്ടലിലെ ഡൈനിങ് ഹാളിലൊക്കെ ഇരുന്ന് ഭക്ഷണം മദ്യം കഴിക്കുന്ന ആളുടെയൊക്കെ വളരെ ചുരുക്കമാണ്. അവിടെ ഇപ്പോൾ നമ്മൾക്ക് തന്നെ അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ സർവീസ് സെക്ടറിൻ്റെ സ്വാധീനം, നമ്മളീ പറഞ്ഞ ഈ പുതിയ മുതലാളിമാർ വരുന്നവരും ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്നവരും അത് സ്വാധീനമാക്കി മാറ്റുന്നവരും അങ്ങനെയുള്ള ആളുകളുടെ ഒരു തലമുറ, ലീസ്റ്റ് റിസ്ക് ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞവർ വന്നു ചേരുന്ന ഒരു ഏരിയ ഇത് വന്നിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കാതിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, അച്ഛൻ പറഞ്ഞ പോലെ പ്രചരണ മാധ്യമങ്ങൾ വേണം.
ഈ പ്രചരണം കണ്ടിട്ട് വരുന്ന കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ അച്ഛൻ കുടിച്ചുകൊണ്ടിരിക്കുക, അപ്പൻ വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ ഈ കുഞ്ഞിനോടായിരിക്കും പറയുന്ന ഒരു സോഡ എടുത്തിട്ടുണ്ട്. ബാറില്ലെങ്കിൽ കൂടുതൽ അച്ഛന്മാർ വീട്ടിലേക്ക് മദ്യം കൊണ്ടുപോകും. അപ്പോൾ ഈ വീടുകളിൽ ഇത് വരണം. ഇപ്പോൾ ഒരു കാലത്ത് മാരാമണ്ണ് വെച്ച് യോഹന്നാൻ മാർത്തോമാ തിരുമേനി ഒരു ആഹ്വാനം പറഞ്ഞു, മാർത്തോമാക്കാരും തെങ്ങിയെത്താൻ കൊടുക്കരുത്. എനിക്ക് തോന്നുന്നില്ല മാർത്തോമാക്കാർ തെങ്ങിയെത്താൻ അതിന് ശേഷം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള ശക്തമായ ഒരു ആരോഹണം, ഒരു ആഹ്വാനം ജനങ്ങളുടെ ഇടയിൽ ഈ ബാർ കച്ചവടത്തിലേക്ക് പോകരുത്. ഞാൻ അച്ഛനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, ബോവാസ് അച്ഛനോട്. അച്ഛൻ, കേരളത്തിലെ ബാറുകളെല്ലാം ഉള്ളത് ക്രിസ്ത്യൻ മേഖലകളിലാണ്, പ്രധാനപ്പെട്ട ബാറുകൾ. ഞാൻ ചോദ്യം ചോദിക്കട്ടെ അച്ഛാ, ക്രിസ്ത്യാനികളല്ലേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്നേ? ക്രിസ്ത്യൻ നേതൃത്വം ഇപ്പോൾ യോഹന്നാൻ മാർത്തോമാ തിരുമേനി പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ അലക്സാണ്ടർ പറഞ്ഞത് ശരിയാണ്. മാർത്തോമാക്കാരുടെ വീടുകളിൽ കള്ള് എത്താൻ കൊടുക്കില്ല, മാർത്തോമാ സമുദായക്കാരുടെ വീടുകളിൽ ആരും കള്ള് എത്താൻ കൊടുക്കില്ല. എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ചാലക്കുടി, തൃശ്ശൂർ തുടങ്ങിയ മേഖലകളിൽ ക്രിസ്ത്യൻ പോക്കറ്റുകളാണ്. അവിടെയല്ലേ മദ്യം? അവിടെ ചാലക്കുടിയിലാണ് പോട്ടയുടെ കേന്ദ്രം. അപ്പോൾ എന്നോട് കരുനാഗപ്പള്ളിയുണ്ട് പ്രധാനപ്പെട്ട. കരുനാഗപ്പള്ളി വളരെ മുസ്ലിങ്ങളുള്ള സ്ഥലമാണ്. കോൺട്രഡിക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഒരു ബിവറേജസ് ഔട്ട്ലെറ്റിലെ ഒരു ഓണത്തിൻ്റെ തിരക്കിൻ്റെ ഒരു വരുമാനത്തിൻ്റെ പേരിൽ വെച്ച് ഏതെങ്കിലും ഒരു സഭാ സമൂഹത്തിലെ ഒരു സമുദായത്തെ നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തി ഇങ്ങനെ സൈഡ് ലൈൻ ചെയ്തൊരു വലിയ സാമൂഹിക തിന്മയെ നമ്മൾ അങ്ങനെ സൈഡ് ലൈൻ ചെയ്ത് ചെറുതാക്കുന്ന തരം ചർച്ചകളാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ തീരാശാപം. നമ്മൾ ഏത് കാര്യം വരുമ്പോഴും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ വളരെ തന്ത്രപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യം, ആദ്യം അതിലേക്ക് ജാതി കൊണ്ടുവരിക, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉപജാതി അതിലേക്ക് കൊണ്ടുവരിക, മതവിഭാഗമാണെങ്കിൽ അതിൻ്റെ സഭകളെ അതിലേക്ക് കൊണ്ടുവരിക. ഈ ഒരു സൈഡ് ലൈൻ ചർച്ചയാണ് ഇത്രയും വലിയ ഒരു വിപത്ത്. നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? ഇത് വിഷമാണ്, കുടിക്കരുത് എന്ന് അച്ചടിച്ച് വച്ചിരിക്കുന്ന സാധനം വിൽക്കാൻ പാടില്ല. എന്തിനു നമ്മൾ ജാതി കൊടുക്കുന്നു? ഈ വിഷത്തിന് ജാതിയുണ്ടോ? ഈ വിഷത്തിന് ഏതെങ്കിലും മത പരിഗണന കൊടുക്കേണ്ട കാര്യമുണ്ടോ? അടിസ്ഥാനപരമായി ഈ ഒരു സാമൂഹ്യ വിപത്തിനെതിരെയാണ് നമ്മൾ പോരാടേണ്ടത്. സമൂഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ തന്നെ ആ കണക്ക് ശരിയല്ല. 19% ക്രിസ്ത്യാനികളും 26% മുസ്ലിങ്ങളും പ്രൈമ ഫേസി ദേ വിൽ നോട്ട്, ദെൻ വാട്ട് അബൌട്ട് ദ അപ്പർ കാസ്റ്റ് ഹിന്ദുസ്? അപ്പോൾ ഇവിടുത്തെ മെജോറിറ്റി മദ്യത്തിനെതിരാണെന്നുള്ളതിന് നമുക്കൊരു ഡിഡക്ഷന് തീർച്ചയായിട്ടും ചെയ്യാവുന്ന കാര്യമുള്ളൂ, ലാർജ് മെജോറിറ്റി. എന്നാൽ ശ്രദ്ധിക്കപ്പെടാവുന്ന ഒരു ഭാഗമുണ്ട്. അടുത്ത കാലങ്ങളിലായിട്ട് കേരളത്തിലുണ്ടായിരിക്കുന്ന വയലൻസ്, ഒരാളെ കൊല്ലാനായിട്ട് 50 വിട്ടുവെട്ടുക, 8-10 പേര് കൂടി ആളെ വെട്ടിക്കൊല്ലുന്ന കൈ എടുത്ത് കളയുക, താഴെയിട്ട് വരയ്ക്കുക. ഇതിൻ്റെയൊക്കെ പുറകിൽ സാധാരണ ഒരു ക്രിമിനൽ മൈൻഡാണോ ഉള്ളത്? വയലൻസ് മാത്രമാണോ ഉള്ളത്? ദർ ഇസ് സംതിങ് ഇൻ ഇറ്റ്. ഈ ഡോപ്പിംഗ് എന്ന് പറയുന്ന പോലെ ഇങ്ങനെയുള്ള കേസിൽ പ്രതിയായിട്ടിരിക്കുന്ന ആളുകളെ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ ഏതെങ്കിലും ഡ്രഗ്സിൻ്റെയോ അല്ലെങ്കിൽ കഞ്ചാവിൻ്റെയോ അല്ലെങ്കിൽ മദ്യത്തിൻ്റെയോ അടിമകളാണോ എന്നുള്ളത് നോക്കേണ്ട അത്യാവശ്യമാണ്. 3 വയസ്സുള്ള കുട്ടിയെ ബലാത്സംഗം ചെയ്യുക, 8 വയസ്സുള്ള കുട്ടിയെ ചെയ്യുക, അച്ഛൻ മകളെ ഈ തലതിരിഞ്ഞ പോക്ക് പോകണമെന്നുണ്ടെങ്കിൽ സാധാരണ ബോധമുള്ള മനുഷ്യന്മാരാരെങ്കിലും ചെയ്യൂ? ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് വേണ്ടേ? എൻ്റെ ചിന്താശക്തിയെ ക്രിമിനലൈസ് ചെയ്യുന്ന സ്വാധീനം എവിടുന്ന് വരുന്നു എന്ന് അയാൾക്ക് ചിന്തിക്കാൻ എന്തെങ്കിലും മറ്റുള്ളവർ ആലോചിക്കണ്ടേ? ഈ ബാക്ക്ഗ്രൗണ്ട് ആരും ആലോചിക്കുന്നില്ല. അതായത് ജാതി മതം എന്നൊക്കെ പറഞ്ഞ് അത് മാധ്യമങ്ങളെ അച്ഛൻ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഞാനൊരു മാധ്യമങ്ങളുടെ ഒരാളായതുകൊണ്ട് ഞാൻ പറയുകയാണ്, അച്ഛൻ സെക്കുലർ മതേതര വിഷയങ്ങളിൽ കേരളം മതേതരത്വത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണെന്നാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. അങ്ങനെയുള്ളൊരു മതേതര സമൂഹത്തിൽ മതേതര വിഷയങ്ങൾ, ഇതുപോലെ മതേതരമായി കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ വരുമ്പോൾ എന്തിന് കേരളത്തിൽ സാമുദായിക നേതാക്കന്മാർ, ബിഷപ്പുമാർ, വെള്ളാപ്പള്ളി, സുകുമാരൻ നായർ തുടങ്ങിയവർ ഇടപെട്ട് രാഷ്ട്രീയം കളിക്കുന്നു? അത് ശരിയാണോ അച്ഛാ? അതുകൊണ്ടല്ലേ ഇതിനെ സമുദായവൽക്കരിക്കരുത്, ജാതിയുടെ നിറം കൊടുക്കരുത് ഇത്തരം വിഷയങ്ങൾക്കെന്ന് എന്നെപ്പോലുള്ളവർ പറയുന്നത്? തിരികെ ഞാൻ ചോദിക്കട്ടെ, മദ്യത്തിൻ്റെ വിഷയത്തിലാണോ സഭ ഇടപെട്ടിട്ടുള്ളത്? ഇവിടുത്തെ മലനാടുകളിൽ പോയി കുടിയേറ്റം നടത്തി കൃഷിഭൂമികളാക്കുന്ന കാര്യത്തിൽ സഭ നേതൃത്വം കൊടുത്തില്ലേ? പെൺകുട്ടികളെ നഴ്സിംഗ് പഠിപ്പിച്ച് വിദേശത്തേക്ക് അയക്കാൻ സഭ നേതൃത്വം കൊടുത്തില്ലേ? സ്വാശ്രയ രംഗത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരണമെന്ന് പറഞ്ഞപ്പോൾ സഭ അതിന് നേതൃത്വം കൊടുത്തില്ലേ? ആശുപത്രികൾ കെട്ടിപ്പടുക്കാനും റോഡുകൾ കെട്ടിപ്പടുക്കാനും സഭ നേതൃത്വം കൊടുത്തില്ലേ? ഇടുക്കിയിൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്ന് പറഞ്ഞപ്പോൾ സഭ അതിൻ്റെ മുന്നിലില്ലായിരുന്നു. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ പേരിൽ മലനാട്ടിൽ ജീവിക്കുന്ന ആളുകൾ പുറത്തു പോകണമെന്ന് പറഞ്ഞപ്പോൾ സഭ അതിൻ്റെ മുന്നിലില്ലായിരുന്നു. സഭ എല്ലാ സാമൂഹിക വിഷയങ്ങളുടെ കാര്യത്തിലും
ഇതുപോലെ തന്നെയുള്ള നിലപാട് ഇടപെടട്ടെ. ആൾക്കാരെ നഞ്ചങ്കോട് റെയിൽവേ ലൈനിന് വേണ്ടിയിട്ട് സഭ മുന്നിലുണ്ട്. മൂലപ്പള്ളിയിൽ കുടിയിറക്കം നടത്തിയപ്പോൾ സഭ മുന്നിലുണ്ട്. ആൾക്കാരെ മദ്യവിമുക്തരാക്കുന്നതിൽ, സമൂഹത്തെ മദ്യവിമുക്തമാക്കുന്നതിന് വേണ്ടപ്പെട്ട സംഭാവനകൾ ചെയ്യാൻ സഭ മുന്നോട്ട് വരട്ടെ. പക്ഷേ അതിന്റെ പേരിൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട മധ്യതര സർക്കാരിനെ വെല്ലുവിളിക്കുന്ന സമുദായ നേതാക്കൾ, അതാണ് ഞാൻ പറയുന്നത്. അതാണ് തെറ്റിദ്ധാരണ. സഭ എവിടെയാണ് വെല്ലുവിളിച്ചത്? സഭ പറഞ്ഞത് എന്താണ്? അടിസ്ഥാനപരമായി കുടുംബങ്ങളെ തകർക്കുന്ന, സ്ത്രീകളെ നശിപ്പിക്കുന്ന, കുഞ്ഞുങ്ങളെ വഴിയാധാരമാക്കുന്ന ഒരു നിലപാടുമായി പോകുന്ന ഒരു ഗവൺമെൻറ്റിന് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിലനിൽക്കാൻ പറ്റില്ല. സഭ ഇത് പറയണ്ടേ? ഇതെല്ലാവരും പറയേണ്ട കാര്യമാണ്. സഭ മാത്രമല്ല, എല്ലാവരും പറയേണ്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഒരുപടി കൂടി കടന്ന് സഭാ നേതൃത്വത്തിന് അല്പം കൂടെ മുന്നോട്ട് പോകാൻ പറ്റും. ആ സഭയിൽപ്പെടുന്ന ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന മദ്യ ബിസിനസ്, മദ്യലോബിയുടെ രാജാക്കന്മാരായിട്ട് നിൽക്കുന്ന ആൾക്കാർ, അത് ആശാസ്യമായ ഒരു പ്രവണതയല്ല എന്നും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മർത്തമ സഭയിൽ പറഞ്ഞിട്ടുണ്ട്, ചർച്ചിൻ്റെ ഔദ്യോഗിക ഭാരവാഹികളായിട്ടുള്ള ആരും അറിയപ്പെടുന്ന മദ്യപന്മാർ വരരുത് എന്ന് മെത്രാപ്പൊലീത്ത തിരുമേനി ശക്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊരു ദിശാബോധം ഉണ്ടാക്കുന്ന മദ്യ വ്യവസായവുമായി ബന്ധപ്പെടുന്നവർ ഇടവകളുടെയോ അല്ലെങ്കിൽ സഭയുടെ ഒരു അവരിപ്പോഴും സഭകളിൽ മാന്യമായ സ്ഥാനം അലങ്കരിക്കുന്നവരാണ്. സഭകളിൽ മാന്യമായ സ്ഥാനം അലങ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായ ചുമതലകളിൽ അവർ ഒരിക്കലുമില്ല. ഈ രഹസ്യമായിട്ട് ഒരു പെഗ് കുടിക്കുന്നവനല്ല സമൂഹത്തിൻ്റെ വിപത്ത്. സമൂഹത്തിൻ്റെ വിപത്ത് എന്ന് പറയുന്നത് കുടിക്കാൻ അറിയാൻ വയ്യാത്തവനാണ്. കുഞ്ഞുങ്ങൾക്ക് മരുന്നിനും ഭക്ഷണത്തിനും വെച്ചിരിക്കുന്ന പണം കൊണ്ടുപോയി ഷാപ്പിൽ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചു വന്ന് ആ കുടുംബം തകർക്കുന്നവനാണ്. അവനെ ഇതിൽ നിന്ന് മാറ്റാനായിട്ട് ഈ ഒരു പെഗ് അടിക്കുന്നവനല്ല പ്രശ്നം. ഹീ ഈസ് ഡിസ്ട്രോയിങ് ഹിംസെൽഫ്. ഡോക്ടർ അലക്സാണ്ടർ, കള്ളു കുടിക്കാത്തവരും ഭാര്യയെ തല്ലുന്നുണ്ട്. കള്ളു കുടിക്കുന്നതിന് മാത്രമേ ഭാര്യ തല്ലുന്നുള്ളൂ എന്ന് പറയരുത്. കള്ളു കുടിക്കാത്തവന് ഇവിടെ കുടുംബം തകർക്കുന്നുണ്ട്, വിവാഹമോചനം തേടുന്നുണ്ട്. ശരിയാണ്. നമ്മൾ ശരിയായി പഠനം നടത്താം. ഇന്നലെ തന്നെ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു, ഇതിൻ്റെ പ്രായോഗിക വശങ്ങൾ തീരുമാനിക്കാൻ ടൂറിസത്തിൻ്റെ ഡയറക്ടറും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറോട് തീരുമാനിക്കേണ്ടത്. ഇവർ രണ്ട് കേരളത്തിൻ്റെ പശ്ചാത്തലം അറിയാത്ത ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന രണ്ട് IAS ഓഫീസർമാരാണോ ഈ ഒരു പ്രശ്നം പഠിക്കേണ്ടത്? ഇവിടെ ക്രിമിനൽ കേസുകൾ കുറഞ്ഞിരിക്കുന്നു, റോഡ് അപകടങ്ങൾ കുറഞ്ഞിരിക്കുന്നു, മദ്യത്തിൻ്റെ വിൽപ്പനയിൽ കുറഞ്ഞിരിക്കുന്നു, പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഒന്ന് പഠിക്കട്ടെ. നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. മദ്യനയം എന്ത്, കേരളത്തിൻ്റെ മദ്യനയം എന്തായിരിക്കണം? ഇപ്പം ബഹുമാനപ്പെട്ട ബോവാസ് മാത്യു അച്ഛൻ സമുദായങ്ങളുടെ ഒരു പങ്കിനെ കുറിച്ച് കൂടി വിവരിക്കുന്നു. സമുദായങ്ങൾക്ക് ഈ രംഗത്തുള്ള പങ്കിനെ കുറിച്ച് അതിലേക്കും കടന്നു വരാം. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ഇതുമാത്രം മദ്യം കുടിക്കുന്നത് എന്തിന്? കേരളത്തിലെ ആൾക്കാർ, കേരളീയർ, മലയാളികൾ ലോകത്ത് എവിടെ പോയാലും മലയാളികൾ കള്ളു കുടിച്ചങ്ങ് ഫിറ്റാവും. അത് കുടിക്കാറില്ല, ഫിറ്റാകാൻ വേണ്ടി കുടിക്കുകയല്ല, കള്ളു കുടിച്ച് തീർക്കാൻ വേണ്ടി, കുപ്പിയുടെ അടുത്തിട്ട് കാണാൻ വേണ്ടി കുടിക്കും. എന്താണ് ഈ മദ്യപാന ശീലത്തിൻ്റെ രഹസ്യം? വിശദമായി ചർച്ച ചെയ്യാം അടുത്ത എപ്പിസോഡിൽ. ഈ മദ്യനയത്തെക്കുറിച്ചുള്ള വട്ടമേശയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ PJ അലക്സാണ്ടർ, മുൻ DGP കേരള, ഫാദർ ബോവാസ് മാത്യു, മലങ്കര കത്തോലിക്ക സഭ, ഡോക്ടർ ജേക്കബ് പുളിക്കൻ, പ്രമുഖ ഗാന്ധിയൻ, ഗാന്ധി ദർശൻ ഡയറക്ടർ.